ശബരിമല ദ്വാരപാലക ശില്പത്തിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്കായി അഴിച്ചുമാറ്റിയ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി മകേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്നും രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. അതിൻ്റെ ചടങ്ങുകൾ എങ്ങനെയായിരുന്നു? ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അത് പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്നും ശബരിമലയിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്നും 21-ാം തീയതിയാണ് സ്വർണ്ണപ്പാളികൾ തിരികെ ശബരിമലയിൽ സ്ട്രോങ് റൂമിൽ എത്തിച്ചത്. ശബരിമലയിൽ സ്ട്രോങ് റൂമിൽ എത്തിച്ച സ്വർണ്ണപ്പാളികൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് 4 മണിക്ക് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതിന് ശേഷം അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളും ഈ ദ്വാരപാലക ശില്പത്തിൽ പുനഃസ്ഥാപിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ സ്ട്രോങ് റൂമിൽ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ മാസങ്ങളടക്കം രേഖപ്പെടുത്തിയ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളികൾ തിരുനടയിലേക്ക് എത്തിക്കുന്നതിന് താമസം നേരിട്ടു. തുടർന്നാണ് ഏകദേശം 5 മണിയോടുകൂടി തന്നെ സ്വർണ്ണപ്പാളികൾ ഈ ദ്വാരപാലക ശില്പത്തിൽ ചെമ്പിൽ പൂശിയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ പുനഃസ്ഥാപിക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചത്. അവ ഏകദേശം 1 മണിക്കൂറോളം എടുത്താണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. 22 പാളികളാണ് 2 ദ്വാരപാലക ശില്പങ്ങളിലായി 22 പാളികളും പൂർണ്ണമായും അത് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു 2 ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചിരുന്നു. ഈ സ്വർണ്ണപ്പാളികളിന്മേലാണ് നമുക്കറിയാം, കഴിഞ്ഞ 2019 ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ പൊതിഞ്ഞിരുന്ന അല്ലെങ്കിൽ ഈ ചെമ്പാളികളിൽ പൊതിഞ്ഞ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളാണ് ഇപ്പോഴും തുടരുന്നതെങ്കിൽ അത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ പ്രതിജ്ഞം കടത്തുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ഇപ്പോൾ 2025 അവ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലാതെ ഈ നടപടിക്രമങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിവാദങ്ങളാണ് പിന്നീട് ഈ സ്വർണം നഷ്ടപ്പെടുന്നതും സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയും അവ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് ഹൈക്കോടതി അന്വേഷിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും ഇളക്കിക്കൊണ്ടുപോയ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇളക്കിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി തിരികെ വീണ്ടും ശബരിമലയിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ട അതേ ദിവസം തന്നെ ആ സ്വർണ്ണപ്പാളികൾ തിരികെ ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിൽ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നു. എന്ത് തന്നെയായാലും ഇതിൽ ഉണ്ടായിട്ടുള്ള ആർക്കൊക്കെ ഇത് സംബന്ധിച്ച് പങ്കുണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇനി വരേണ്ടതുണ്ട്. അന്വേഷണം പുരോഗമിക്കട്ടെ. അതേ സമയത്ത് തന്നെ ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ നിന്നും അഴിച്ചുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. കൃത്യമായി നമുക്ക് അത് ദൃശ്യങ്ങളിൽ നേരത്തെ തന്നെ നമ്മൾ രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച സംബന്ധിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. കവർച്ചയ്ക്ക് ഉദ്യോഗസ്ഥർ അടക്കം സഹായിച്ചിട്ടുണ്ടെന്നും ചെയ്ത സഹായത്തിന് തക്കതായ പ്രതിഫലം അവർക്ക് നൽകിയതായും ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായാണ് വിവരം. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ കസ്റ്റഡിയിൽ വിട്ടു. തന്നെ കുടുക്കിയതാണെന്നും കുടുക്കിയവർ നിയമത്തിന് മുമ്പിൽ വരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ കൊണ്ടുപോകുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്.
അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് പോറ്റിയുടെ അഭിഭാഷകൻ. പ്രതിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട്, അതിനാൽ കസ്റ്റഡിയിലുള്ള എല്ലാ ദിവസവും വൈദ്യപരിശോധന ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ പ്രതികരിച്ചു. 14 ദിവസത്തേക്ക് ആവശ്യപ്പെട്ടിരുന്നു. ഇവിടുന്ന് റാന്നിയിൽ നിന്ന് വിൽസൺ ആയിട്ടാണ് അക്കാലത്ത് സമർപ്പിച്ചിട്ടുള്ളത്. 14 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേഷനിൽ പരിപൂർണ്ണമായി സഹകരിക്കുന്ന കാര്യം ഓൾറെഡി തന്നെ ഇന്നലെ മുതൽ തന്നെ പോലീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അസുഖങ്ങളും അജിസാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സഹകരിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ 14 ദിവസം കൂടുതലെന്ന് കോടതി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോടതി കൃത്യമായിട്ട് മാൻഡേറ്റ് നടപടി കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ നിന്ന് മറ്റ് രേഖകൾ ലഭിക്കാൻ രേഖകൾ ലഭിച്ചതിന് ശേഷം ബെയിലും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോകും. 14 ദിവസത്തേക്കാണ് 30/10 വരെയാണ് ഇപ്പോൾ കോടതി പോലീസ് അതൊക്കെ കോടതി രേഖകളാണ്. എന്തുകൊണ്ടാണ് ഈ അടച്ചിട്ട കോടതി മുറിയിൽ നടത്തിയത്? അങ്ങനെ ഹൈക്കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ കോടതിയുടെ പറഞ്ഞു അതിനെ പറ്റുന്ന അഭിപ്രായം പറയാനില്ല. കോടതി രേഖകൾ ലഭിച്ചതിന് ശേഷം കോടതിയുടെ തീരുമാനമാണത്. അതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കവർന്നത് ദേവസ്വം ബോർഡ് അധികൃതരുടെ ഒത്താശയോടെ എന്ന റിമാൻഡ് റിപ്പോർട്ട്. പോറ്റിയുടെ നടപടി ആചാര ലംഘനമാണെന്നും കൂട്ടുപ്രതികളുടെ പങ്കടക്കം വ്യക്തമാകേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി SIT സംഘം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 6 ആഴ്ചക്കാലം കാത്തിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പുറത്തുവരും. കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകും. മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള തുടക്കമാണിതെന്നും ശരിയായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 2019 ഞാൻ മന്ത്രിയായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും SIT രൂപീകരിച്ച് SITയുടെ അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ ശരിയായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6 ആഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കണം. 6 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിലെ ഈ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യം നിശ്ചയമായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ തന്നെ ലഭ്യമാകുന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക. ശബരിമലയിൽ ഇന്ന് സ്ഥാപിക്കുന്ന സ്വർണ്ണപ്പാളികൾ കേസിലെ തൊണ്ടി മുതലാണെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. തെളിവായി കോടതിയിൽ സൂക്ഷിക്കേണ്ടവയാണ് സ്ഥാപിക്കുന്നത്. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ എവിടെയാണ് എന്നാണ് അറിയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ശബരിമല ശ്രീകോവിലിൻ്റെ മുമ്പിൽ അവിടെ ദ്വാരപാലക ശില്പപ്പാളികൾ അവിടെ പുനഃപ്രതിഷ്ഠിക്കുകയാണ്. വാസ്തവത്തിൽ അത് തൊണ്ടി സാധനമാണ്. അത് 2019 പ്രതിഷ്ഠിച്ചിരുന്നത് ഇളക്കിയെടുത്ത് 2025 ഇളക്കിയെടുത്ത് കൊണ്ടുപോയി അത് വീണ്ടും സ്വർണം പൂശാൻ അതിൻ്റെ രൂപഭാഗങ്ങളെല്ലാം മാറ്റി അത് ചെയ്യുന്നുവെന്നും 2019 പ്രതിഷ്ഠിച്ചത് ഒറിജിനലായിട്ടുള്ള യഥാർത്ഥത്തിലുള്ളതല്ലെന്നും ഒക്കെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അയ്യപ്പൻ്റെ ഒരു സ്വത്തും നഷ്ടപ്പെടാതെ തിരിച്ചു പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഗവൺമെൻറ്റും അതുപോലെ തന്നെ കോടതിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു സ്വത്തും നഷ്ടപ്പെട്ടു പോയിക്കൂടാ എന്ന ഉറച്ച നിലപാടോടുകൂടി മുമ്പോട്ടേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വളരെ ഫലപ്രദമായി SIT അന്വേഷണം 2 ആഴ്ചക്കാലത്തെ പരിധി വെച്ചുകൊണ്ട് ദ്രുതഗതിയിൽ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അന്വേഷണം നടത്തി 1-ാം പ്രതിയെ 2 കേസിലെയും 1-ാം പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് വൈകിപ്പോയെന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും അറിയാമല്ലോ. പോറ്റിയെ സംരക്ഷിച്ച ആരാണ്? പോറ്റിയാണ്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത്. പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് മൂടി വയ്ക്കുകയായിരുന്നു.
ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടി എടുത്തില്ല? പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങുമെന്ന് ഇവർക്ക് അറിയായിരുന്നു. പോറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ്. ഒരു വീട് വെച്ച് കൊടുത്തു ദേവസ്വം ബോർഡിൻ്റെ ഒരു പദ്ധതി. എൻ്റെ തെളിവുകൾ ഞാൻ തരാം, എൻ്റെ കയ്യിലുണ്ട് തെളിവുകൾ. എന്നിട്ട് പോറ്റിയും വേറെ രണ്ടുപേരും കൂടിയാണ് വെച്ചിരിക്കുന്നത്. ഇവർ വലിയ ബിസിനസ് നടത്തുന്ന അയ്യപ്പ ഭക്തരാണ്, വലിയ ബിസിനസ്സുകാരാണ്. ഇവരുടെ 4ാമത്തെ പാർട്ട്ണർ സ്വാമി അയ്യപ്പനാണ്. അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സേവന പ്രവർത്തനം നടത്തുന്നത്. ഇത്ര വലിയൊരു അയ്യപ്പ ഭക്തരെ ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് ഇവരാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തത് നല്ല കാര്യമെന്നും സ്വർണം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ 10 ദിവസമെടുത്തു. പോറ്റി മാത്രമല്ല പോറ്റിയവരുമുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അതിൽ ഒരു പ്രതിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുള്ളത്. അത്രയും മുന്നോട്ട് വന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൽ നഷ്ടപ്പെട്ട സ്വർണം എത്ര, എവിടെ, ആർക്ക് വിറ്റു, ആരൊക്കെ ചേർന്ന് വിറ്റു, ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികൾ, സ്വർണം കണ്ടെടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ട കാര്യമാണ്. അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. അത് വേണം. പോറ്റി മാത്രമല്ല, പോറ്റി വളർത്തിയവരുണ്ട്. പോറ്റിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി വളർന്നവരുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട മുരാരി ബാബു NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. NSS നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരമാണ് രാജി. കഴിഞ്ഞ വ്യാഴാഴ്ച രാജി സമർപ്പിച്ചു. ശനിയാഴ്ച കരയോഗം ചേർന്ന് രാജി അംഗീകരിച്ചു. പെരുമ്പാവൂർ ഇരിങ്ങോൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ലഭിച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ കണക്കുകൾ ലഭ്യമല്ലെന്ന് ദേവസ്വം ബോർഡ്. നാഗഞ്ചേരി മനയിലെ അംഗമായ ഗണപതി നമ്പൂതിരി നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്കാണ് ദേവസ്വം ബോർഡ് മറുപടി നൽകിയിരിക്കുന്നത്. നാഗഞ്ചേരി മന 200 കിലോ സ്വർണം ക്ഷേത്രത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകളായതിനാൽ ലഭ്യമല്ല എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം. നാഗഞ്ചേരി മനയുടെ അധീനതയിലായിരുന്നു ഇരിങ്ങോൽ ക്ഷേത്രം. പരാതിക്കാരനായ ഗണപതി നമ്പൂതിരിയുടെ മുത്തച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരിയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർക്ക് കൈമാറിയത്. 200 കിലോഗ്രാം സ്വർണം ഉൾപ്പെടെയുള്ളവയായിരുന്നു സ്വത്തുക്കളെന്ന് പരാതിക്കാരനായ ഗണപതി നമ്പൂതിരി വ്യക്തമാക്കുന്നു. ഇതിന്റെ ഇന്നത്തെ അവസ്ഥ അറിയുന്നതിനാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വിവരാവകാശ അപേക്ഷ നൽകിയത്. 200 കിലോ സ്വർണ്ണാഭരണ ലിസ്റ്റ്, തൂക്കം, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറെ വർഷങ്ങൾക്ക് മുൻപ് ഏൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ പകർപ്പ് എന്നിവയാണ് വിവരാവകാശ അപേക്ഷ മുഖാന്തരം ആവശ്യപ്പെട്ടത്. എന്നാൽ ദേവസ്വം ബോർഡ് കൈകഴുകി. 50 വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകൾ ലഭ്യമല്ല എന്നായിരുന്നു ബോർഡിന്റെ മറുപടി. അന്ന് മഹാരാജാവിനെ അച്ഛൻ നേരിട്ട് പോയി കണ്ട്, മുത്തശ്ശനും അച്ഛനും പോയി കണ്ടു പറഞ്ഞാൽ ഭീമമായൊരു സമ്പത്തുണ്ട്, നശിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനൊരു സംരക്ഷണം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് അന്ന് മന്നത്ത് പത്മനാഭനെ പ്രസിഡൻ്റായിട്ട് ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ക്ഷേത്രവും കൂടെ ഉൾപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ഇല്ലത്തെ നിലവറയിൽ 200 കിലോ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച് വച്ചിരുന്നത് അത് ഇപ്പോൾ ഇല്ല, അതിൻ്റെ രേഖകളില്ല, സാധനമില്ല എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് ദേവസ്വം ബോർഡിൽ നിന്നും വിവരാവകാശ കമ്മീഷനിൽ നിന്നും എനിക്ക് ലഭിച്ചത്. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ നിന്നോ ദേവസ്വം മേലോഫീസിൽ നിന്നോ കൃത്യമായ മറുപടി ലഭിച്ചില്ല. കേരളത്തിലെ പ്രബലരായ ജന്മി കുടുംബമായിരുന്നു നാഗഞ്ചേരി മനക്കാർ. നിരവധി സ്വത്തുക്കളും ഇവർക്കുണ്ടായിരുന്നു. അതാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിലേക്ക് എത്തിയത്. ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 3000 കോടി രൂപയുടെ സ്വർണ്ണമാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന മന്നത്ത് പത്മനാഭൻ, അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം അത് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 200 പവൻ ബ്രിട്ടൻ പവൻ കൊണ്ടുണ്ടാക്കിയ തങ്ക അങ്കിയുണ്ട്. ആ അങ്കിയിൽ വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇരിങ്ങോൽക്കാവിൽ മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ ഭാഗമായി ദേവസ്വം ബോർഡുകളിലേക്ക് എത്തിയ സ്വത്തുക്കൾക്കൊന്നും ശരിയായ കണക്കോ പരിശോധനകളോ ഇല്ലേ എന്നതാണ് പ്രധാന ചോദ്യം. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഗണപതി നമ്പൂതിരിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDEയുടെ ഉത്തരവിന് സ്റ്റേ ഇല്ല. DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. സെന്റ് റീത്താസ് സ്കൂളിൻ്റെ
ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഹിജാബ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളുരുത്തി സെന്റ് റീതാസ് ഹൈസ്കൂളിൽ പഠനം തുടരാൻ താല്പര്യമില്ലെന്ന് കുട്ടി അറിയിച്ചതായി പിതാവ്. കുട്ടി വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും പിതാവ് പറഞ്ഞു. അതേസമയം സ്കൂൾ നിയമങ്ങൾ പാലിച്ച് കുട്ടിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. പള്ളുരുത്തി ഹിജാബ് വിവാദത്തിൽ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർക്കാനാണ് പിതാവ് അനസിന്റെ തീരുമാനം. ഇക്കാര്യം കുട്ടി തന്നെ ആവശ്യപ്പെട്ടുവെന്നും കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നതെന്നും പിതാവ് വ്യക്തമാക്കി. സെന്റ് റീതാസ് സ്കൂളിൽ നിന്നും TC വാങ്ങുന്നതിനുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും. എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ, അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. കുട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുവെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതേസമയം സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് പ്രിൻസിപ്പൽ ഹെലീന ആൽബി വ്യക്തമാക്കി. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വിദ്യാലയത്തിന് അവകാശങ്ങളുണ്ടെന്നും അതിന് സുരക്ഷ വേണമെന്ന് ബോധ്യമായപ്പോൾ സംരക്ഷണം നൽകിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നന്ദി. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. കുട്ടികൾക്ക് വേണ്ടതെല്ലാം സ്കൂൾ നൽകുന്നുണ്ട്. കുട്ടി സ്കൂളിൽ നിന്ന് TC വാങ്ങാൻ തീരുമാനിച്ച കാര്യം നിലവിൽ അറിയില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. മന്ത്രി വി ശിവൻകുട്ടിയെ പുകഴ്ത്തി സമസ്ത മുഖപത്രം സുപ്രഭാതം. ശിരോവസ്ത്ര വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ സമീപനം അഭിനന്ദാർഹമെന്നും ഭരണഘടനയെയും മതേതരത്വത്തെയും ചേർത്ത് പിടിച്ചുള്ള പ്രതികരണമാണ് നടത്തിയതെന്നും ലേഖനത്തിൽ പറയുന്നു. അതേസമയം സമസ്തയുടെ അഭിപ്രായം പറഞ്ഞതിന് നന്ദിയെന്നും ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാടെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ച അധ്യാപിക കുട്ടി ഇത് ധരിക്കരുതെന്ന് പറഞ്ഞതാണ് വലിയ വിരോധാഭാസമെന്നും മന്ത്രിയെ ആക്ഷേപിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയെ പ്രശംസിച്ചും പള്ളുരുത്തി സെയിന്റ് റീതാസ് പബ്ലിക് സ്കൂളിനെ വിമർശിച്ചുമാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം. മന്ത്രി വി ശിവൻകുട്ടിയുടെ സമീപനം അഭിനന്ദാർഹമാണെന്നും ഭരണഘടനയെയും മതേതരത്വത്തെയും ചേർത്ത് പിടിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയതെന്നും തട്ടം കാണുമ്പോൾ മറന്നീക്കുന്ന വർഗീയത എന്ന തലക്കെട്ടോടു കൂടിയ ലേഖനത്തിൽ പറയുന്നു. അതേസമയം ശിരോവസ്ത്രത്തിന്റെ പേരിൽ പള്ളുരുത്തി സെയിന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ നടന്നത് ഹീനമായ വർഗീയ പ്രചാരണമാണെന്നും ശിരോവസ്ത്ര അവകാശത്തിന് വാദിച്ചവരെ വർഗീയവാദിയാക്കി ചാപ്പകുത്തുന്നുവെന്നും ദിനപത്രത്തിൽ പറയുന്നു. തന്റെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രം, അതും സ്കൂൾ യൂണിഫോമിന് വിരുദ്ധമല്ലാത്ത വിധത്തിലുള്ള തട്ടമണിഞ്ഞു വന്നത് എങ്ങനെയാണ് അപരാധമാവുകയെന്ന ചോദ്യവും ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥയുടെ അഭിപ്രായം പറഞ്ഞതിന് നന്ദിയെന്നും ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് പറഞ്ഞു. ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുന്ന അധ്യാപികയാണ് കുട്ടി ഇത് ധരിക്കരുതെന്ന് പറഞ്ഞതെന്നും അതാണ് വലിയ വിരോധാഭാസമെന്നും മന്ത്രി ആക്ഷേപിച്ചു. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം. സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്. വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിച്ചെത്തിയതിനെ തുടർന്നുണ്ടായ തർക്കം വഷളാക്കാനില്ലെന്നും സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിവാദം അവസാനിക്കട്ടെ എന്നുമായിരുന്നു മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഹിജാബ് വിവാദത്തിൽ ഭരണഘടനാപരമായി പ്രശ്നം പരിഹരിക്കുവാനുള്ള സൂക്ഷ്മത കാണിക്കണമെന്ന് മന്ത്രി പി രാജീവ്. ഇത്തരം പ്രശ്നങ്ങൾ മറ്റ് ചേരിതിരിവുകളിലേക്ക് വഴിതെറ്റാതെ എല്ലാവരും സൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഭിന്നിപ്പും വൈര്യവും രൂപപ്പെടുത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും പി രാജീവ് പ്രതികരിച്ചു.
നമ്മൾ കാണേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ മറ്റ് ചേരിതിരിവുകളിലേക്ക് വഴിതെറ്റാതിരിക്കാനുള്ള ഒരു മിതത്വം നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഭിന്നിപ്പും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു വൈര്യവും രൂപപ്പെടുത്താനൊരു ശ്രമം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ നിയമാനുസൃതമായിട്ടും ഭരണഘടനാപരമായിട്ടും പരിഹരിക്കാനുള്ള ഒരു സൂക്ഷ്മതയാണ് നമ്മളെല്ലാവരും കാണിക്കേണ്ടത്. മാധ്യമങ്ങളും ആ സൂക്ഷ്മതയിൽ തന്നെയാണ് വിളിക്കേണ്ടത്. എങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഇത്തരം അവകാശങ്ങൾ ഉറപ്പു നൽകുന്നത്, വിദ്യാഭ്യാസ ചട്ടങ്ങൾ എങ്ങനെയാണ്, അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയേണ്ടതാണ്. അത് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ആ രൂപത്തിലേക്ക് പരിഹരിക്കാനുള്ള പിന്തുണയാണ് എല്ലാവരും നൽകേണ്ടത്. മറ്റു രൂപത്തിലുള്ള ഹിജാബ് വിവാദം ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയെ സംരക്ഷിക്കാൻ മന്ത്രി ശിവൻകുട്ടി സൃഷ്ടിച്ച വിവാദമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അല്ല ഇത്തരം അവകാശങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിജാബ് വിവാദവും RSSനെതിരെ വന്ന ആത്മഹത്യാ വിവാദവും ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. നോക്കൂ, ഇപ്പം ശ്രദ്ധ തിരിക്കാൻ CPMും ഇന്നലെ ശിവൻകുട്ടി അവിടെ ഒരു സെയിൻറ്റ് റീറ്റ സ്കൂളിൽ ഒരു കോൺട്രവേഴ്സി മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി? ശബരിമലേൻ്റെ ഈ കൊള്ളേൻ്റെ ഇഷ്യൂസിന് ശ്രദ്ധ തിരിക്കാൻ CPMൻ്റെ ഒരു ശ്രമം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഒരു വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഹിന്ദു സമുദായത്തിനെ ബാധിക്കുന്ന, എഫക്റ്റ് ചെയ്യുന്ന, അവരെ ഉപദ്രവിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതിന് ഞങ്ങൾ BJP വിടില്ല. ഞാൻ ഒരു സംശയമില്ലാണ്ട് ഇന്ന് പറയുന്നത്, ശിവൻകുട്ടിജി വാസവനെ സംരക്ഷിക്കാൻ ആ ഒരു ഇഷ്യൂ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മാനുഫാക്ചർ ചെയ്തൊരു കോൺട്രവേഴ്സിയാണ്. അതിന് എങ്ങനെയെങ്കിലും ശബരിമലേൻ്റെ ഈ കൊള്ളേൻ്റെ ഇഷ്യൂന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ CPM ഒരു വലിയ ശ്രമം. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറയുന്നു, എപ്പോഴും പറയും. ഇവിടുത്തെ ജംബോ പട്ടിക പുറത്തു വന്നിട്ടും KPCC പുനഃസംഘടനയെ ചൊല്ലി ഭിന്നത ശക്തമാകുന്നു. ഷമാ മുഹമ്മദിനും ചാണ്ടി ഉമ്മനും പിന്നാലെ മുതിർന്ന നേതാവ് K മുരളീധരനും വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തുണ്ട്. അതേസമയം പുനഃസംഘടനയിൽ സംതൃപ്തരെന്നും വിയോജിപ്പുകളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നുമാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. നേതൃത്വം ഒറ്റക്കെട്ടാണ് എന്ന് പല ആവർത്തി പറയുന്ന കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പെന്ന നിർണായക വേളയിൽ പോലും പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി മുതൽ കോൺഗ്രസ് നേതൃത്വം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോരടിക്കുകയാണ്. VD സതീശൻ ഷാഫി പറമ്പിൽ ചേരിയിലുണ്ടായ വിള്ളൽ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും കലഹമായി മാറി. അത് കെട്ടടങ്ങും മുമ്പേ KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലി പുതിയ പൊട്ടിത്തെറി ഉടലെടുക്കുന്നു. കലഹം ഒഴിവാക്കാൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയാണ് ജംബോ പട്ടിക പുറത്തു വന്നതെങ്കിലും ഒഴിവാക്കപ്പെട്ടവർ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. FB പോസ്റ്റിട്ട് ഷമാ മുഹമ്മദ് ആദ്യം രംഗത്ത് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാത്തതിൽ നേതൃത്വത്തിനെതിരെ ക്ഷമ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. യോഗ്യതയാണോ മാനദണ്ഡമെന്ന ചോദ്യം പട്ടിക പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്ഷമ ഉന്നയിച്ചു. പിന്നാലെ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കിയതിൽ ചാണ്ടി അനുകൂല വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തി. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ചാണ്ടിയെ നേതൃത്വം മനഃപൂർവ്വം തഴഞ്ഞുവെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം AICC ദേശീയ സെല്ലിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലെ അമർഷം കഴിഞ്ഞ ദിവസം പരസ്യപ്പെടുത്തിയ ചാണ്ടി ഉന്നമിട്ടത് KC വേണുഗോപാലിനെയും VD സതീശനെയുമാണ്. പിന്നാലെ K മുരളീധരനും താൻ മുന്നോട്ട് വെച്ച പേരുകൾ ഒഴിവാക്കിയതിലെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. K കരുണാകരന്റെ കാലം മുതൽ ഒപ്പമുണ്ടായിരുന്ന മരിയാപുരം ശ്രീകുമാറിനെയും KM ഹാരിസിനെയും ഉൾപ്പെടുത്താത്തതിൽ പക്ഷെ വിയോജിപ്പ് പരസ്യപ്പെടുത്താൻ തൽക്കാലം മുരളീധരൻ തയ്യാറാകുന്നില്ല എന്നു മാത്രം. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. കാര്യമായ അതൃപ്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും 39 രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി KPCC സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടന വൈകുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KPCC പുനഃസംഘടന കൂടി ആലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയില്ല. KPCC ആണോ പട്ടിക തയ്യാറാക്കിയത് എന്ന ചോദ്യത്തിനും KPCC പ്രസിഡന്റോട് ചോദിക്കൂ എന്നായിരുന്നു മറുപടി. നിലവിലെ പട്ടികയിൽ തീരുമാനം പാർട്ടിയും ദേശീയ നേതൃത്വവും ചേർന്നെടുത്തതാണ്. സെക്രട്ടറിമാരെ ഇനിയും അനൗൺസ് ചെയ്യാനായിട്ടില്ല. അതിൽ വിഷമമുണ്ടെന്നും VD സതീശൻ തൃശ്ശൂരിൽ പ്രതികരിച്ചു. അല്ല, അദ്ദേഹം DCC പ്രസിഡന്റായിരുന്നാണ്. മുൻ DCC പ്രസിഡന്റുമാരായിരുന്നവരെ എല്ലാതിൻ്റെ നോംസ് അനുസരിച്ച് വെച്ചു. ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അത് പാർട്ടി ദേശീയ നേതൃത്വവും ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം. ഞാനതിലൊരു കമൻറ്റും പറയുന്നില്ല. എനിക്ക് ആകെയുള്ളൊരു ചെറിയ വിഷമം അതിന് KPCCയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്.
കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട്, പാർട്ടിക്കകത്തുണ്ട്. ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള KPCC സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാനതിൽ പങ്കുവയ്ക്കുന്നുള്ളൂ. ജോസ് വള്ളൂരിനെ KPCC ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഒളിയമ്പുമായി K മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതാണല്ലോ, അപ്പോൾ അവർക്ക് സ്ഥാനം നൽകണമല്ലോ എന്നും മുരളീധരൻ ഏറ്റുമാനൂരിൽ പറഞ്ഞു. തൻ്റെ അഭിപ്രായങ്ങൾ KPCC പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരസ്യ ചർച്ചയ്ക്കില്ല. ഹൈക്കമാൻഡ് തീരുമാനിച്ച പട്ടിക അന്തിമമാണ്. പരാതിയുള്ളവർ ഹൈക്കമാൻഡിനെ അറിയിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. പിന്നെ അത് ഫൈനലാണ്. അതിനെക്കുറിച്ച് ഒരു പൊതു ചർച്ചയുടെ ആവശ്യമില്ല. ഈ ക്ഷേമ അടക്കമുള്ളവരെ ഒരു എതിർപ്പൊക്കെ ആയിട്ട് വന്നിട്ട് അവർ ഉൾപ്പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈക്കമാൻഡ് ഒരു പട്ടിക അംഗീകരിച്ചു. ആ പട്ടിക അതാണ് അതിന്റെ തീരുമാനം. ജോസ് വള്ളൂര് ആ ഇതിലേക്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനെന്താ അദ്ദേഹത്തിന് പുറത്താക്കിയതാണ്. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം സഹായിച്ചവരാണല്ലോ ഇലക്ഷൻ. അതുകൊണ്ട് പിന്നെ അതെ, സഹായിച്ചവരാണ്. ഇപ്പൊ സ്ഥിരമായി ഇങ്ങനെ ഒരു അതൃപ്തി പുനഃസംഘടനകൾ ഇപ്പൊ ചാണ്ടിയുമൻ ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തെ മാറ്റിയത് അറിഞ്ഞില്ല. അല്ല, ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനലാണ്. അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടക്കുന്നത് ഈ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല. അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ. പേരാമ്പ്രയിൽ വാദി പ്രതിയാകുന്ന അവസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ഫോടന വസ്തു എറിഞ്ഞു എന്നത് വ്യാജ കേസ്. നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുവെന്നും VD സതീശൻ തൃശ്ശൂരിൽ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റതിന് ശേഷം പോലീസ് ഒരു കള്ള സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും വേട്ടയാടുകയാണ്. ഒരാവശ്യമില്ലാതെയാണ് പോലീസ് തല്ലിയതെന്ന് SP പോലും അറിയാതെ സമ്മതിച്ച കേസിൽ ഒരു കള്ളക്കേസാണ്. കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു. അങ്ങനെ ഒരു സംഭവമില്ല. കെട്ടിച്ചമച്ച കേസാണ്. അപ്പം അതിൽ ഷാഫി പറമ്പിലിനെ 1-ാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിയാക്കളെ വാദി പ്രതിയാകണ സ്ഥിതിയാണ്. നൂറുകണക്കിന് പോലീസ് വാനുകളും പോലീസ് ജീപ്പുകളും രാത്രി മുഴുവൻ റോന്ത് ചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കടന്നു കയറി നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയാണ്. വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാം, ഇത് വേണ്ട. ബംഗാൾ ആവർത്തിക്കരുത് കേരളത്തിൽ. ഞങ്ങളുടെ പ്രവർത്തകരെ, നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ രാത്രി വീട്ടിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പോവാണ്. അതിന് പോലും താല്പര്യമില്ലാത്ത ആളുകളാണ് ഇവർ, ഈ പോലീസ്. പേരാമ്പ്ര സംഘർഷത്തിൽ 3 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ, കോൺഗ്രസ് പ്രവർത്തകനായ മണി പൈതോത്ത്, മുസ്തഫ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രവർത്തകരുടെ വീടുകളിൽ പരിശോധന നടത്തിയതിനു ശേഷമായിരുന്നു പോലീസിന്റെ നടപടി. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസ് നടപടികൾ തുടരുകയാണ്. സംസ്ഥാനത്ത് ത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പോലീസിനെതിരായ കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. 6 ദൃശ്യങ്ങളാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വാർത്താ സമ്മേളനത്തിനിടെ പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് പേരാമ്പ്ര പോലീസ് സംഭവത്തിൽ ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയുമായി 3 കോൺഗ്രസ് പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്തത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദ് കല്ലൂർ, കോൺഗ്രസ് പ്രവർത്തകരായ മണി പൗത്തോത്ത്, മുസ്തഫ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. നേരത്തെ 5 UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ ദിവസത്തെ സംഘർഷത്തിലും സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന ആരോപണത്തിലുമായി 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 2 കേസുകളിലായാണ് 5 UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 21-ാം തീയതി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്.
സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുന്നു. പവൻ്റെ വില 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഇന്ന് പവന് 2440 രൂപയും ഗ്രാമിന് 305 രൂപയും കൂടി 97,360 രൂപയാണ് പവൻ്റെ വില. ഗ്രാമിൻ്റെ വില 12,170 രൂപ. രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റം. US ചൈന വ്യാപാര സംഘർഷം രൂക്ഷമായതും ഫെഡ് റിസർവ് നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയുമാണ് നിലവിലെ കുതിപ്പിന് പിന്നിൽ. ആലപ്പുഴയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി MDMAയും പടക്കങ്ങളുമായി പിടിയിൽ. ഹരിപ്പാട് സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. വീട്ടിലെ മുറിയിൽ നിന്ന് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 3.7 ഗ്രാം MDMAയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ചിരുന്ന പടക്കങ്ങളും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഹരിപ്പാട് പോലീസും ചേർന്ന് കണ്ടെടുത്തു. ഇയാൾ നിരവധി ക്രിമിനൽ NDPS കേസുകളിലെ പ്രതിയാണ്. രാജകുമാരി ഗ്രൂപ്പ് അടൂരിൽ എത്തുന്നതിൻ്റെ ഭാഗമായി എക്സിബിഷൻ കം സെയിൽ സംഘടിപ്പിച്ചു. അടൂർ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ നടന്ന എക്സിബിഷനിൽ നിരവധി പേർ പങ്കെടുത്തു. അടൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ D. ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. ഒക്ടോബർ 20 വരെ നടക്കുന്ന എക്സിബിഷനിലേക്ക് സൗജന്യ പ്രവേശനമാണ് ഒരുക്കിയിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭരണ ശ്രേണി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ നിന്ന് സ്വന്തമാക്കാം. വരും മാസങ്ങളിൽ അടൂരിലും പത്തനംതിട്ടയിലും പുതിയ ജ്വല്ലറി ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ ഷുഹൈബ് പറഞ്ഞു. അടൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് D. ശശികുമാർ, കൗൺസിലർ ശ്രീജ, റവറൻഡ് തോമസ് മുട്ടുവേലി, റവറൻഡ് ഫാദർ ഷിജു ബേബി, KVVS അടൂർ സെക്രട്ടറി അഖിലം അബൂബക്കർ, KVVES അടൂർ പ്രസിഡന്റ് ജോർജ് ബേബി തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു. സത്യസന്ധമായും നീതി പുലർത്തിയും ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും കൂടി ചേർത്ത് നിർത്തി രാജകുമാരി ഗ്രൂപ്പ് അടൂരും പത്തനംതിട്ടയിലും ഈ പ്രദേശത്തും അതങ്ങ് കാസർഗോഡ് വരെ എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് രാജകുമാരിയുടെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു തുടക്കമായി നിങ്ങളെല്ലാം കണ്ട്. വയനാട് RARSലെ ഫാം ഓഫീസർക്ക് മർദ്ദനം. അമ്പലവയൽ RARSലെ തൊഴിലാളിയാണ് ഓഫീസറെ മർദ്ദിച്ചത്. മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഫാം ഓഫീസർ അച്യുതന് മർദ്ദനത്തിൽ പരിക്കേറ്റു. ജോലി ചെയ്യാത്തത് ചോദ്യം ചെയ്ത വിരോധമാണ് മർദ്ദനത്തിന് കാരണം. സംഭവത്തിൽ അമ്പലവയൽ പോലീസ് കേസെടുത്തു.